നമസ്കാരം. ചൊട്ടയിലെ ശീലം ചുടല വരെ. ശീലം സർവത്ര വൈ ധനം. എല്ലാ സ്ഥലത്തും വർത്തിക്കുന്നത് നല്ല ശീലങ്ങളാണ്. ഈ ശീലമാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത്. നമ്മളെല്ലാവരും നിസാരമായി കാണുന്ന കുറച്ച് ശീലങ്ങൾ, അത് നിസാരമായി കണ്ട് അത് തുലോം തുച്ഛമായി ഇല്ലാതായി പോയ ശേഷം അച്ഛനമ്മമാർ ജ്യോതിഷികളെ സമീപിക്കുകയാണ്. എൻ്റെ മകന് എൻ്റെ മകൾക്ക് വിവാഹമാകുന്നില്ല, ഇല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കൂട്ടുകെട്ട് മോശമാണ്, ലഹരിക്ക് അടിമയാണ്, അവരുടെ ജീവിത രീതി എങ്ങാണ്ടോ പോകുന്നു, അച്ഛനമ്മമാരെ വകയില്ല, സംസാരിക്കുന്നില്ല, അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നില്ല എന്ന രീതിക്ക് വരെ എത്തിച്ച ശേഷം, അതായത് സ്റ്റേജ് 4 ക്യാൻസർ വന്ന ശേഷം നേരെ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്തെങ്കിലും വല്ല പരിഹാരമുണ്ടോ, വല്ല ഹോമം ചെയ്യാമോ? ഒരു സുദർശന ഹോമം കഴിച്ചാൽ, ഒരു അഘോര ഹോമം കഴിച്ചാൽ, ഒരു മൃത്യുഞ്ജയ ഹോമം കഴിച്ചാൽ ഇതെല്ലാം നന്നായി പോകുമെങ്കിൽ എത്ര നന്നായേനെ. ഇത് ജനിച്ചപ്പോൾ അങ്ങ് കഴിച്ചാൽ പോരെ, അടുത്ത ഒരു 70-80 കൊല്ലത്തേക്ക് അത് ആ 3 ഹോമം നമ്മളെ സംരക്ഷിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നാം ചിന്തിക്കുന്നത് ഒരു അതിൻ്റെ പെർസെപ്ഷൻ, അതെന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോരുകയാണ്. ഇവിടെ ശീലത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും ഇവിടെ ചിന്തിക്കേണ്ടത്. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, അതായത് ഇൻഫാൻ്റ് സ്റ്റേജ്, 1 വയസ്സ് 2 വയസ്സ്, അപ്പോൾ തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുകയാണ് സ്വഭാവ രൂപീകരണം. അതായത് ഏവർക്കും അറിയാം, സ്വാതി തിരുനാൾ ഇന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഇതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗർഭശ്രീമാൻ എന്ന് ഏവർക്കും അറിയാമത്. അങ്ങനെ സംഗീതം കേട്ട് ഗർഭാവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന കുട്ടി ആ വാസനയോട് കൂടി ജനിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ അന്വയിക്കേണ്ടത്, ചെറുപ്പത്തിൽ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, ധാർമ്മികമായ വാക്കുകൾ. കാരണം സംസ്കാരം ഭാഷയിലൂടെ, ഭാഷകളിൽ നിലനിന്ന് പോരുകയാണ്. ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറയുന്നു, നല്ല ശീലങ്ങളെ സംസാരിക്കുന്നു. ഈ കൊച്ചു കുട്ടി ഇതെല്ലാം കേൾക്കുകയാണ്. ഒരു ഭാഷ പഠിക്കുന്നത് പോലെ തന്നെയാണ് കൊച്ചുകുട്ടി പഠിച്ചു വളരുന്നത്. സ്വഭാവ രൂപീകരണം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ വീട്ടിൽ എന്താണ്, അച്ഛനും അമ്മയും വഴക്കാണ്, പ്രൊഫഷണൽ അടി വരെയുണ്ട്. അതായത് അച്ഛൻ ജനറൽ മാനേജർ ആകുകയാണെങ്കിൽ ഇനി വൈഫ് VP ആകാനുള്ള ശ്രമം. ഇവർ തമ്മിലുള്ള പ്രൊഫഷണൽ അടിയുടെ ഇടയ്ക്ക് കുട്ടി വിമ്മിഷ്ടപ്പെടുകയാണ്. ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്. പറയുന്നത് വളരെ എളുപ്പമാണ്, ഇത് ആക്കുവാൻ കഷ്ടമാണെന്നറിയാം. എന്നിരുന്നാലും നമുക്ക് വേറെ വഴിയില്ല. സത്കർമ്മം സത്കർമ്മ ഫലം, ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല കർമ്മത്തിന് നല്ല കർമ്മഫലം. അപ്പോൾ ഇവിടെ ശീലം എന്നുള്ളത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ തുടങ്ങേണ്ട ഒരു വിഷയമാണെന്നും, ചെറിയ ശീലങ്ങൾ നമ്മൾ എന്താണോ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് നാം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അനുഭവം. അമേരിക്കയിൽ പോയിരുന്നു. അവിടെ ഒരു വീട്ടിൽ, മലയാളിയുടെ വീടാണ്, 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. ആ വീട്ടിൽ കുട്ടികളുടെ മുമ്പിൽ അച്ഛനമ്മമാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, വീട്ടിൽ TV കാണില്ല, എപ്പോൾ നോക്കിയാലും സത്ചിന്തകൾ, നല്ല സംഭാഷണങ്ങൾ, തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അമേരിക്കയിലാണെന്ന് ഓർക്കണം. ആ ലളിതമായ ഒരു ജീവിത രീതി കാണുവാനിടയായി. കുട്ടികൾക്ക് വയസ്സ് 8 വയസ്സ് പ്രായം. അവർക്ക് ചുമ്മാ ഇരിക്കുന്ന സമയം, ഇല്ലെങ്കിൽ ഇടവേളകളിൽ കളിക്കുക. അച്ഛനമ്മമാർ അവരുടെ കൂടെ കളിക്കുകയാണ്. രാത്രി പുസ്തകം വായിക്കുന്നു. അപ്പോൾ കുട്ടികൾ നോക്കുമ്പോഴെല്ലാം തന്നെ അച്ഛനും അമ്മയും പുസ്തകം വായിക്കുന്നു, ഇല്ലെങ്കിൽ ഭാഗവതത്തെപ്പറ്റി സംസാരിക്കുന്നു, ഭഗവത്ഗീതയെപ്പറ്റി സംസാരിക്കുന്നു, എന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ വലിയ ആൾക്കാരുടെ കീർത്തനങ്ങൾ കേൾക്കുന്നു, എന്നിങ്ങനെ സത്പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതൊരു നല്ല ജീവിത രീതിയാണെന്നും അവിടെയും അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ശ്രമിക്കുകയാണ്. നാളെ എന്തെന്നറിയില്ല, പക്ഷേ ഇന്ന് അവർ നല്ല ശീലങ്ങളെ താൻ തന്നെ, അതായത് പാരൻസ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത്, ഏവരും ശ്രമിക്കേണ്ടതായിട്ടുള്ളത് ചെറുപ്പം മുതൽക്ക് തന്നെ നല്ല ശീലം. അതിൽ ഒരു ശീലത്തിൽ നമുക്ക് തുടങ്ങാം. സദാ നമ്മുടെ നെറ്റിയിൽ ചന്ദനമോ ഭസ്മമോ ഇല്ലെങ്കിൽ കുങ്കുമമോ കുറിയായിട്ട് തൊടുക.
കുറി തൊടുക എന്നുള്ളതാണ്. അതൊരു ശീലമാണ്. ഇതൊരു വലിയ മാറ്റത്തിലേക്ക് കാരണമാകും. ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ചന്ദനക്കുറി തൊടുന്നവൻ ചിന്തിക്കുവാൻ തുടങ്ങും എന്നുള്ളതാണ്. അവിടെ തുടങ്ങുന്നു സനാതന ധർമ്മ ബോധം. നമസ്കാരം.